ഹലോ. അയ്യോ അങ്ങോട്ട് മാറുന്നു, ചേട്ടനിപ്പോൾ ജോലിക്ക് പോയിട്ട് ഇറങ്ങും. അനു നീ എവിടെയാ? ഞാൻ ഇറങ്ങുവാ. ഇതന്നെ ഇന്ന് ഇത്ര നേരത്തെ? ഓഫീസിൽ അർജന്റ് വർക്ക് ഉണ്ട്. ഞാൻ വരാൻ രാത്രിയാവും. നീ കഥ അടച്ച് കിടന്നോ. ഇവിടെ ഇരിക്കും. അത് ഞാൻ ഡോറടയ്ക്കട്ടെ. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ ആരോ വന്ന്. നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ കയറിയിരുന്നു. നീ എന്താ കടവൊക്കെ എത്ര താമസം? അത് ഞാൻ അടുക്കളയിലായിരുന്നു. അല്ല രാത്രിയിലേ വരുവുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അതെന്താ ഞാൻ ഒന്നും ഇഷ്ടപ്പെട്ടില്ല? അതല്ല, ഇന്നത്തെ ദിവസം മുഴുവൻ എൻ്റെ കൂടെ ചെലവഴിക്കാൻ ഞാൻ തീരുമാനിച്ചു. എടി ഇതാ പാൽക്കാരല്ലേ? ഇതെങ്ങനെ ഇവിടെ വന്നേ? അത് അനു മര്യാദക്ക് പറ, ഈ പാൽത്തോട്ട് എങ്ങനെ ഇവിടെ വന്നേ? എനിക്കറിയില്ല, അത് ആരെങ്കിലും മറന്നു വെച്ചായിരിക്കും. മറന്നു വെച്ചാണോ? നീ എന്താ എന്നെ പൊട്ടം കളിപ്പിക്കുക? അയ്യോ അങ്ങനെയൊന്നും അല്ല. നിന്നെ കണ്ടറിയാം നീ എന്തോ ഒളിക്കുന്നുണ്ടെന്ന്. എനിക്കറിയാം ഇവിടെ ആരും ഉണ്ടെന്ന്. അയ്യോ അങ്ങനെയൊന്നും ഇല്ല. നിനക്ക് എന്നെ ഓഫീസ് ഇവിടെ എന്തൊരു ധൃതിയായിരുന്നു. ഇവിടെ ആരും ഇല്ല അല്ലേ? ഞാൻ കാണിച്ചുതരാം. വിഷ്ണു നീ എന്താ ഇവിടെ? അനു വിഷ്ണു എന്താ ഇവിടെ? അനു നിന്നോടാ ഞാൻ ചോദിച്ചേ. അത് നിന്നോടല്ല ഞാൻ ചോദിച്ചേ, ഞാൻ എന്റെ ഭാര്യയോടാ ചോദിക്കുന്നത്. ഞാൻ പറയാം. ഒരാഴ്ച മുമ്പ് വിഷ്ണുവിന്റെ ജോലി പോയി. അവിടെ വീട്ടിൽ പശു ഉണ്ടല്ലോ, ഇവിടെ അടുത്തുള്ള വീട്ടിലൊക്കെ പാല് കൊടുക്കാനായിട്ട് ഞാനാ പറഞ്ഞത്. എൻ്റെ അനിയനെ സഹായിക്കാൻ വേറൊരു വഴി ഞാൻ കണ്ടില്ല. പിന്നെ ഞാൻ കുറച്ച് ക്യാഷ് കൊടുത്തു. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞിരുത്തിയതാ. അനു ഇതൊക്കെ ശരി, നീ എന്താ എന്നോട് പറയാത്തെ? ഞാൻ പറയാനിരുന്നതാ. അപ്പൊ ഇവനാ പറഞ്ഞത് ഇപ്പൊ അളിയനോട് പറയണ്ട, അവന് നല്ലൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് പറഞ്ഞാൽ മതി. വിഷ്ണു പക്ഷെ എന്തിന്? അത് ഞങ്ങൾക്ക് പറയാനൊന്നും വേറൊന്നും കൊണ്ടല്ല. അളിന് വലിയ കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്ന ആളല്ലേ. ഞാൻ ഈ പാലും കാര്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അളിയനല്ലായിരുന്നു നാണക്കേട്. അതോർത്തിട്ടാ. അതുകൊണ്ടാണ് ഞാനും ഒന്നും പറയാതിരുന്നത്. അനു നീ ചെയ്ത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം. ഇവൻ എൻ്റെ കൂടെ അനിയനല്ലേ. പിന്നെ വിഷ്ണു, ഓരോ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. ഒരു ജോലി ചെറുതല്ല. നീ ഈ ജോലി തന്നെ ചെയ്യണം. നാളെ ഇത് വലിയ രീതിയിൽ ചെയ്യാൻ സാധിക്കും. ഞാൻ നിന്നെ സഹായിക്കാം. പിന്നെ ഒരു കാര്യം, ഇത് നിൻ്റെയും കൂടെ വീടാ. നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ വിഷ്ണു, ഞാൻ ചേട്ടനോട് പറയാമെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ നിങ്ങളോട് വർത്താനൊക്കെ പറഞ്ഞിരിക്കും. ഓക്കെ, എനിക്ക് ഓഫീസിൽ കുറച്ച് പണിയുണ്ട്. പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി.